എത്ര രൂപ വില വരുന്നുണ്ട്? 1000. ഞാന് ഒരു പുതുവിശ്വാസിയാണ്, എനിക്ക് അറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വിളക്ക് ഇതൊക്കെ അവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മളിത് ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരി സഹോദരങ്ങളെ, ഞാൻ അബ്ദുറഹ്മാൻ വളാഞ്ചേരി. എനിക്കിന്ന് സംസാരിക്കുവാനുള്ളത് മക്കാമുകളിൽ ഉറൂസിനും നേർച്ചയ്ക്കുമൊക്കെ നേതൃത്വം നൽകുന്നവരോടും അവിടെ പാതിരാ പ്രസംഗങ്ങൾ നടത്താൻ പോകുന്ന പ്രഭാഷകരോടുമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നുബുവത്തിന്റെ വാക്കുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു, അന്നൽ ഉലമാഅ വറസത്തുൽ അംബിയ. നിശ്ചയമായും ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. പരിശുദ്ധമായ ഖുർആനിൽ അമ്പിയാക്കളുടെ പേരിൽ ഒരു അധ്യായം തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ അമ്പിയാക്കളുടെ നിയോഗ ലക്ഷ്യം എന്താണെന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. 21-ാം അധ്യായം 25-ാം സൂക്തം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? വമാ അർസൽന, നാം നിയോഗിച്ചിട്ടില്ല, മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പായിക്കൊണ്ടും, അതായത് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പും, മിൻ റസൂലിൻ, ഒരു റസൂലിനെയും ഒരു ദൂതനെയും, ഇല്ലാ നൂഹി ഇലൈ, അദ്ദേഹത്തിന് വ്യക്തമായ വഹി നൽകപ്പെടാതെ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല അമ്പിയാക്കൾക്ക് നൽകിയ ബോധനം? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, നിശ്ചയമായും ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, ആരാധനകൾ അർപ്പിക്കുക എന്ന ബോധന നൽകപ്പെടാതെ ഒരു റസൂലിനെയും അല്ലാഹു സുബ്ഹാനഹു തആല നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ആ അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ച അതേ ഉത്തരവാദിത്തം തന്നെയാണ് ഉലമാക്കളായിട്ടുള്ള പണ്ഡിതന്മാരായ ആളുകൾക്ക് ഈ ജനതയോട് നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്തം. നമ്മുടെ നാട്ടിൽ ഉലമാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില പേരുകളുണ്ട്. ഷംസുൽ ഉലമ, ഖമറുൽ ഉലമ, താജുൽ ഉലമ എന്നിങ്ങനെയൊക്കെയുള്ള ഉലമാക്കളെ കുറിച്ച്. എന്നാൽ ഇവരും ഇവരുടെ അനുയായികളും ഇവരെ അന്ധമായി വിശ്വസിക്കുന്ന പിൻപറ്റുന്ന പാവപ്പെട്ട ജനങ്ങളെ നരകത്തിലേക്ക് നയിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ വായ കൊണ്ട് പറഞ്ഞുണ്ടാക്കുന്നതല്ല, വ്യക്തിവിരോധം കൊണ്ട് പറയുന്നതല്ല. കൃത്യമായ തെളിവുകളോടുകൂടി ഞാൻ നിങ്ങൾക്ക് ആ കാര്യം ബോധ്യപ്പെടുത്തി തരാം. വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയും വഴിപാടുകളും നടത്തുക എന്നുള്ളതുമൊക്കെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന വലിയ ശിർക്കാണ്. അതൊന്ന് ഉറപ്പിക്കാൻ ഇത്തരം മക്കാമുകളിൽ ഉറൂസിനും നേർച്ചയ്ക്കുമൊക്കെ പ്രഭാഷണങ്ങൾക്ക് പോകുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തിന്റെ അല്പഭാഗം നമുക്ക് കേൾക്കാം. പക്ഷേ അമ്പലങ്ങളിൽ ചെന്നിട്ട് കരിങ്കിടാ കൊടുക്കുകയും കരിങ്കോഴി കൊടുക്കുകയും സിഹിർ ചെയ്യിപ്പിക്കുകയും മാരണം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സമ്പ്രദായത്തിലേക്ക് പർദ്ദയിട്ട മുസ്ലിം പെൺകുട്ടികൾ എത്തപ്പെടുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈമാൻ നഷ്ടപ്പെട്ടില്ലേ, കുഫറിലേക്ക് പോയില്ലേ. നമ്മുടെ പള്ളിയിൽ വന്നിട്ട് നൂലോതി കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് കാണുമ്പോ ഒരു കറുത്ത കോഴിയം വാങ്ങിയിട്ട് അവന്റെ കുടുംബം കുഴി തോണ്ടാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളിൽ ചെന്നിട്ട് വഴിപാടുകളും നേർച്ചകളും നടത്തുന്ന മുസ്ലിം സഹോദരിമാർ നിസ്കരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഇബാദത്തുകൾ അല്ലാഹു വേണ്ട. കുഫർ, ഇർത്തിദാദ്, മുർത്തദായി പോയിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കെലിമ ചൊല്ലി അള്ളാഹുവിന്റെ വിശുദ്ധമായ കെലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ട് നിങ്ങൾ തിരിച്ചു വരണം. നോക്കൂ നിങ്ങൾ, ഇദ്ദേഹം മുജാഹിദായി പറയുന്നതല്ല, ദീനിന്റെ പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച കഴിക്കുന്നതിനെ കുറിച്ച്, വഴിപാടുകൾ നടത്തുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്തിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നമസ്കാരമോ മറ്റു ആരാധനാ കർമ്മങ്ങളോ അള്ളാഹുവിന് ആവശ്യമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയോ വഴിപാടുകളോ നേർന്നിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ ഇനി ഒരിക്കലും അള്ളാഹുവെ ഞാൻ ഇത്തരം തിന്മയിലേക്ക് പോകില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി തൗബ ചെയ്ത്
കലിമ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അമ്പിയാക്കളെ പിൻപറ്റി ജീവിക്കേണ്ട, ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കേണ്ട ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ, പ്രഭാഷകരുടെ ഇരട്ട മുഖത്തെയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ പോകുന്നത്. ഈ സംസാരിക്കുന്ന ഇതേ മഹാൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ശിർക്കിന്റെ കേന്ദ്രമായ കടുവാപ്പള്ളിയിൽ ഇക്കഴിഞ്ഞ നബിദിനവുമായി ബന്ധപ്പെട്ട് പ്രഭാഷണം നടത്തിയിരുന്നു. ഇദ്ദേഹം മാത്രമല്ല കേട്ടോ, കേരളത്തിൽ അറിയപ്പെടുന്ന മതപ്രഭാഷകരായ അലിയാർ കാസിമി, ഉമ്മനം അസ്ഹരി, മുനീർ ഹുദവി വിളയിൽ തുടങ്ങിയ നിരവധി പ്രഭാഷകർ നബിദിനവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. ആ ഇടെയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായുള്ള ഒരു യാത്രയിൽ ആ പള്ളിക്ക് മുമ്പിലൂടെ ഞാൻ യാത്ര ചെയ്യാനിടയായത്. ഈ കടുവപ്പള്ളിയുടെ കോമ്പൗണ്ടിൽ പള്ളി വകയായി നിരവധി കട റൂമുകൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിൽ കച്ചവടം ചെയ്യുന്നത് മറ്റു സാധനങ്ങളൊന്നുമല്ല, അവിടേക്ക് നേർച്ചയാക്കാനുള്ള നേന്ത്രക്കുലകളും നിലവിളക്കും പട്ടും ചന്ദനത്തിരിയും മുല്ലപ്പൂവുമൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ ആളുകൾ, അമുസ്ലിമീങ്ങൾ പോലും അവിടെ വന്ന് അവിടേക്ക് നേർച്ചയായിക്കൊണ്ട് നേന്ത്രക്കുലയും നിലവിളക്കുമൊക്കെ വാങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെയുള്ള 2 കടകളിൽ കയറി അവിടെയുള്ള ആളുകളുടെ വിശ്വാസത്തെക്കുറിച്ചും അവിടുത്തെ നേർച്ചയെക്കുറിച്ചും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി. ഞാൻ അവരുമായി നടത്തിയ സംസാരം നമുക്ക് അല്പഭാഗം കേട്ടു നോക്കാം. പേരെന്താ? അശോകേട്ടൻ. അശോകേട്ടന്റെ കടയിൽ വന്നതാണ്. അപ്പോ ഈ വിളക്കും പട്ടും ചന്ദനത്തിരിയൊക്കെ ഈ തങ്ങൾ പാപ്പാക്ക് വേണ്ടി കൊടുക്കുകയാണ്. അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ആ, അശോകേട്ടനല്ല അവിടെ ഇരിക്കണത്, മരണപ്പെട്ടു പോയ തങ്ങളെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. അപ്പൊ അൽഹംദുലില്ലാ, നമ്മളെ നേർച്ചയും വഴിപാടുകളൊക്കെ ചെയ്യേണ്ടത് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മാത്രമാണ്. സൃഷ്ടാവിന് പകരം സൃഷ്ടികൾക്ക് നേർച്ച ചെയ്യുന്നത് അല്ല. ഞാൻ ഇക്കാനെ പറഞ്ഞതല്ല, ഇക്കാക്ക് ഇത് പറഞ്ഞു തരേണ്ട ബാധ്യത ഉണ്ട്. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയും വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന വേദഗ്രന്ഥം പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇദ്ദേഹം അമുസ്ലിമാണ്. ഇസ്ലാമിന്റെ സത്യം ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത് ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കേണ്ട ആളുകൾ ഇദ്ദേഹത്തെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? അവിടേക്ക് നിലവിളക്കോ എണ്ണയോ ഒക്കെ നേർച്ചയാക്കി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ മുസ്ലിമത്തായി അവിടെ കച്ചവടം ചെയ്യുന്ന ഒരു സഹോദരിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു കൊലക്കാണോ അതിന്റെ വില? വിളക്ക് ഒരെണ്ണം എടുക്കുവോ? വലുത് 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 എത്ര രൂപ വില വരുന്നുണ്ട്? 1000. ഞാന് ഒരു പുതുവിശ്വാസിയാണ്. എനിക്ക് അറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വിളക്ക് ഇതൊക്കെ അവിടെ എന്താ ചെയ്യേണ്ടത് നമ്മളിത്? ഇരിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ നേർച്ചയുള്ള സാധനം തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇത് അവിടെ കൊടുത്താൽ മതി. അപ്പൊ ഇത് അവിടെ കൊടുത്താൽ എന്താ നമുക്ക് ഗുണമെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അറിയില്ല. കൊടുക്കാനെല്ലാം നേർന്നിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് വല്ല കാര്യങ്ങളും ഉദ്ദേശം സാധിക്കാനുണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടും. അതിനുള്ള പ്രാർത്ഥന അവിടെ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമ്മളെ കാര്യങ്ങൾ നടക്കും. ആരോടും പറയണ്ട. ഇത് കൊടുത്തിട്ട് കബറിൽ നോക്കി നിന്നിട്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ഖബറിലേക്ക് അങ്ങനെ ചെയ്യാൻ പാടുവോ? അങ്ങനെ അങ്ങോട്ട് അകത്ത് കയറൂലല്ലോ, വെളിയിലല്ലേ ഇരിക്കുന്നത്. വെളിയിൽ നിന്നിട്ടായാലും അവരോട് പ്രാർത്ഥിക്കാൻ പാടുമെന്ന് ഞാൻ ചോദിച്ചു. അതൊക്കെ പാടും. പാടുണ്ടല്ലോ, പ്രാർത്ഥിക്കാം. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിക്കണം. എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇസ്ലാമിൽ പുതിയ കുട്ടിയാണല്ലോ. അപ്പൊ ഇതിൽ പോകുമ്പോ ആളുകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ വാങ്ങി കൊണ്ടുപോകുന്ന കാണാനുണ്ട്. അവർക്ക് ഓരോ അനുഭവങ്ങളും പിന്നെ നല്ല അവർക്ക് സന്തോഷമായ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് അവർ ഈ ആൾക്കാരോ റോഡിലുണ്ടാ പൈസ എറിയുന്നത്. എത്ര ആൾക്കാരാ നിന്നൊരു പൈസ കൊടുക്കുന്നറിയാം. പോണ വണ്ടിയില് ഒന്നും പൈസ ഇടാതെ പോകില്ല. സായത്തിലാണ് ആദ്യം ഇറക്കപ്പെട്ടത്. 5ാമത്തെ ആയത്തെല്ലാന്ന് അറിയും. അല്ലെങ്കിൽ നിസ്സാരമാലയാണ് മനുഷ്യൻ അറിയാത്ത കാര്യങ്ങളാണ് ഉമ്മ എന്ത് ചെയ്യണം എന്നറിയോ? ഉമ്മ ഖുർആൻ പഠിക്കണം. കാരണം അല്ലാത്തവർക്ക് നേർച്ചയും വഴിപാടുകളും കഴിക്കുന്നത് ഇസ്ലാമിൽ തെറ്റാണ്. ഞാൻ അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ്. അത് തെറ്റാന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ ഏകദൈവ വിശ്വാസമാകുന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഉപ്പാടി ഉമ്മാടി കുട്ടിയായത് കൊണ്ട് നമ്മൾ മുസ്ലിം ആവില്ല. അല്ലാത്തവർക്ക് നേർച്ച വെക്കുക, അവിടെ പോയി തൊഴിലൊക്കെ ചെയ്താൽ ആഹാരം നഷ്ടപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അവിടേക്ക് എന്തെങ്കിലും നേർച്ചയാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം സാധിക്കുമെന്നും ആളുകൾ റോഡിലേക്ക് പൈസ വലിച്ചെറിയുന്നത് അവരുടെ കാര്യങ്ങൾ സാധിക്കാനാണെന്നും അവിടെ പോയി നിലവിളക്ക് കൊടുത്ത് അവരോട് തൊഴുതു പ്രാർത്ഥിക്കാം എന്നുള്ളതൊക്കെയാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന
ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ പഠിപ്പിക്കുന്ന നിങ്ങളാണോ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാകേണ്ട ഉലമാക്കൾ? ഇസ്ലാം 5 സ്തംഭങ്ങളിലാണ് നിലകൊള്ളുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ്. തൗഹീദ് ഇല്ലാത്ത ഒരു മനുഷ്യന്റെ മറ്റൊരു കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുകയില്ല. ഇനി അമ്പലത്തിലേക്ക് നേർച്ചയാക്കിയാൽ മാത്രമേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയുള്ളൂ? ജാറങ്ങളിലേക്ക്, മക്ബറുകളിലേക്ക് നേർച്ചയാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നില്ല എന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക. അല്പമെങ്കിലും നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭയമുണ്ടെങ്കിൽ, നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സംസാരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് വസിയത്ത് ചെയ്യുകയാണ്. കാരണം ഒരു സമുദായത്തെ നേർവഴിയിലേക്ക് നയിക്കേണ്ടവരാ നിങ്ങൾ, അവർക്ക് മാതൃകയാകേണ്ടവരാ നിങ്ങൾ. എന്നാൽ നിങ്ങൾ കാണിക്കുന്ന ഈ ഇരട്ടമുഖം അത് പാവപ്പെട്ട ജനങ്ങളുടെ ആഖിറത്തിലെ ജീവിതം നഷ്ടപ്പെടുത്തി കളയും. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ സഹോദരി സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഖുർആനും സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുവാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അമലായി ജീവിതത്തിൽ കൊണ്ടുവരുവാനും യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കുവാനും തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.